ഹായ് ഗായ്സ്, അപ്പം നമ്മുടെ ഇന്ന് ഓണക്കോടി എടുക്കാൻ പോണതിൻ്റെ കുട്ടി വ്ളോഗാണ്. നമുക്കിപ്പം വീട്ടിലേക്ക് പോകാം. ഇത് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ആലപ്പുഴയിലാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അവിടെ പോയി ഡ്രസ്സ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പോണ വഴി നമ്മളിങ്ങനെ പാട്ടൊക്കെ വെച്ച് അന്താക്ഷരിയൊക്കെ കളിച്ചിട്ടോ പോണേ. നമ്മുടെ പ്ലേലിസ്റ്റ് എപ്പോഴും 90s എവർഗ്രീൻ സോങ്സൊക്കെ ആയിരിക്കും. ശൂലമ്പടയും അതൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ പടകാട് ചണ്ടിച്ചെങ്കിലി അതൊക്കെ ആയിരിക്കും. പിന്നെ മറ്റേ വെട്ടത്തിലെ പാട്ടുണ്ടല്ലോ, പെൺപ്രാവുകൾ തിരതിരയവേ. അപ്പം അതൊക്കെ പാടുന്നത് ഞങ്ങൾ അന്താക്ഷരിയൊക്കെ കാര്യമായിട്ട് കളിച്ച് ഇടിയൊക്കെ വെച്ചിട്ടാട്ടോ കൂടെ. ഇതൊക്കെയാണ് നമുക്കൊരു സന്തോഷം. അങ്ങനെ രണ്ടുപേരും നീറ്റൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് നമുക്കൊരു തിണ്ടിയുടെ ആവശ്യം വേണ്ട. നമുക്ക് ഡാൻസും പാട്ടും എല്ലാം ഹോൾസെയിലായിട്ട് സ്വന്തമായിട്ട് കിട്ടും. അപ്പോൾ ഡാൻസും പാട്ടുമൊക്കെ സ്വന്തമായിട്ട് ഈ മറ്റേ ബിന്ദു പണിക്കിൻ്റെ പറയുന്നത് സമൂഹഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടുമെന്ന് പറയണ പോലെ എല്ലാം നമ്മുടെ അടുത്ത് പോകട്ടോ. അപ്പം നമ്മളതൊക്കെ ആയിട്ട് മൂവ് ഓൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല വെയിലുണ്ട്. ഉച്ച സമയത്താണ് പോയത്. കണ്ടോ, നല്ല വെയിലാണ്. എന്നാലും ഇങ്ങനെയൊക്കെ ഇവിടെ നിറച്ച് കൊടി, എന്തോ പാർട്ടി പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. പോണ വഴി ഫുള്ള് കൊടിയായിരുന്നു. അപ്പം ഏറെക്കുറെ നമ്മൾ ആലപ്പുഴ ടൗണൊക്കെ ആവാറായേ. അപ്പം SM-ലാണ് നമ്മൾ പോണേ. ഇവിടെ ഫുള്ള് പാലങ്ങളാണ്. അപ്പം നമ്മൾ കയറി അവിടെ ചെന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി കേട്ടോ പോണേ. സ്ഥിരം പോകണമെങ്കിൽ മറന്നു പോകില്ല. പക്ഷേ അതിൻ്റെ അകത്ത് ക്ലോസാണ് കാണിച്ചത്. നമ്മളൊരു സംശയത്തിലാണ് പോയത്, ശശിയാകുമെന്ന്. ദൈവഭാഗ്യത്തിന് ഓപ്പണാണ്, രക്ഷപ്പെട്ടു. ദാണ്ടറ മാവേലി അത്താൻ തുടങ്ങിയുള്ളൂ. അപ്പോൾ മാവേലിയൊക്കെ ബൈക്കിൽ പോകാൻ തുടങ്ങി. ന്യൂജൻ ഏതോ മാവേലിയാണ്. അപ്പോൾ നമ്മളാദ്യം വണ്ടി പാർക്ക് ചെയ്യാൻ നിർത്താം. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ പോവാണ്. എന്നിട്ട് കയറാം. എന്തായാലും 2-3 മണിക്കൂർ പോസ്റ്റായിരിക്കും ഫുഡ് മുക്കിൽ ഇവിടെ പോയാലും. അപ്പോൾ ഒരു ലൈറ്റ്സായിട്ട് എന്തെങ്കിലും സ്നാക്സ് കഴിച്ചിട്ട് കയറാൻ ഓർത്തു. അല്ലെങ്കിൽ പിന്നെ 2-3-4 മണിക്കൂർ മെനക്കേടുള്ള പണിയാണല്ലോ. അപ്പോൾ ഒരു ഷേക്കൊക്കെ കുടിച്ച് ഇറങ്ങിയ സമയം നോക്കി 2:39 നമ്മൾ കയറണേ. എത്ര മണിക്കൂർ എടുക്കും എന്നറിയാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. നല്ല തിരക്കുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ആദ്യം അമ്മമാരുടെ സെക്ഷനിൽ പോയി അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തു. അത് കഴിയുമ്പോഴത്തേന് നമ്മളത് ഓരോരുത്തർക്കും ഫാമിലി ഫുൾ എടുക്കേണ്ടതുകൊണ്ട് ഓരോ സെറ്റ് എടുക്കുന്നുണ്ട് നമ്മൾ. കിട്ടിയോ? അപ്പോൾ എവിടെ പോയാലും സെൽഫി മുഖ്യം വീട്ടില്ലേ. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് പിന്നെ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്താണല്ലോ. അപ്പോൾ ഇതൊക്കെ വെറുതെ വാരിക്കുടഞ്ഞൊക്കെ നോക്കണുണ്ട്. ഇതിൽ ഇന്ന് എത്ര എടുത്തെന്ന് ഞാൻ ഓണത്തിന് ഓരോന്നിട്ട് കാണിക്കാതെ ഇങ്ങനെ വെറുതെ കണ്ടത് തന്നെയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. ഇതൊക്കെ പുതിയ ഫാഷനാണ്. ഒരു പാകിസ്ഥാനി വേണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. പാകിസ്ഥാനി ദുപ്പട്ട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ കുറച്ച് ഷോ ഓഫ് മെയിനാണല്ലോ. അതും ഇതൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് തിരിയണം ഇങ്ങോട്ട് തിരിയണം. എൻ്റെ കുറേ പോസുകൾ. പിന്നെ കിട്ടിയതിൻ്റെ സെലക്ഷൻ എന്തൊക്കെയൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. തമ്പരാൻ അറിയാം എന്തൊക്കെ എടുക്കും. ഷർട്ടിൻ്റെ സെക്ഷനൊക്കെ ആയി. പിന്നെ അവിടെ നമ്മളൊന്ന് കയറി ഷോർട്സ് നോക്കാം, കാഷ്വൽസൊക്കെ നോക്കാമെന്ന് ഓർത്തു. എന്തൊക്കെയോ പെട്ടി നിറച്ച സാധനമൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങുന്നുണ്ട്. ബില്ലിൻ്റെ ക്യൂ കാണുമ്പോൾ കണ്ണുകളും മാതിരി തിരക്കുണ്ട്. ഒരുവിധം നമ്മൾ ബില്ലിൻ്റെ അടുത്തെത്തി. ഈ കാണുന്ന മൊത്തം ബില്ലടിക്കാൻ നിൽക്കുന്ന ആൾക്കാർ തിരക്ക്. ഒട്ടും പിന്നെ തിരക്കില്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതെ ബില്ല് കണ്ട് കണ്ണ് തള്ളി എൻ്റെ കിട്ടിയോ. പിന്നെ കെട്ടിയവനെ അവിടെ പോസ്റ്റാക്കിയിട്ട് ഞാനിവിടെ ഇരുന്നതേ 3-4 ചാക്ക് സാധനങ്ങൾ എടുത്തിട്ടാണ് പോകണേ. അത്യാവശ്യം ഒരു മാസത്തെ സാലറി ഏറെക്കുറെ പൊട്ടിച്ചാണ് പോകണത്. 5:49 കഴിഞ്ഞിരിക്കുന്നു. ഒരു 3 മണിക്കൂർ കൊണ്ട് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. വിഷമിച്ചു. പിന്നെ വിശന്ന് കഴിഞ്ഞാൽ നമുക്ക് മന്തി മുഖ്യം. അപ്പം മന്തി കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് ഓർത്തു. അപ്പോൾ എവിടെ പോയാലും ഫുഡ് കഴിഞ്ഞിട്ട് നമുക്ക് എന്തുള്ളൂ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയില്ലെങ്കിൽ പിന്നെ വിശന്ന ഞാനെല്ലാം ഉണ്ടാവും. മന്തിയൊക്കെ തട്ടാറുണ്ട്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ.